ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. എന്ത് തന്നെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിക്കട്ടെ, അതൊക്കെ അള്ളാഹ് പുറത്തു തരും. കാരണം അസ്തഗ്ഫിറുള്ളയുടെ പ്രത്യേകത തന്നെ പണ്ഡിതന്മാര് പ്രത്യേകം എടുത്തു പറഞ്ഞു. ത്വാലിബുൽ മഗ്ഫിറ യസ്തൽസിമു ത്വലബുഹു ലിൽ മഗ്ഫിറ ഇദാ കാന ഹഖീഖ അൻ യുഖ്ലിഅ അനിൽ ദംബി. ഒരാൾ ഇസ്തിഗ്ഫാർ ആത്മാർത്ഥമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ ആ പാപത്തിൽ നിന്ന് വിട്ടിട്ടുണ്ടാകുന്നതാണ്. അങ്ങനെ വിടണം, അല്ലെങ്കിൽ അതിന് ആത്മാർത്ഥമല്ലല്ലോ. ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് റബ്ബിനോടൊരു പാപത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മറുവശം എന്തായിരിക്കും? ആ തിന്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവും. അത് തുടർന്നുകൊണ്ട് പിന്നെ ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആ അസ്തഗ്ഫിറുല്ലാഹ് പരിഹാരമായിട്ട് പിന്നെ വേറെ ഇസ്തിഗ്ഫാർ നടത്തേണ്ടി വരും. കാരണം അത് പറ്റിക്കലല്ലേ, അത് വഞ്ചനയല്ലേ. ഒരാൾ പറയണ, അല്ലാഹുവേ പലിശയിൽ നിന്ന് നീ എന്നെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് പറയാ. പലിശ എപ്പോഴും തിന്നുന്നുണ്ട്, അതിങ്ങനെ വാങ്ങണമുണ്ട്, കൊടുക്കണമുണ്ട്, പിന്നെ എന്തായാലും അർത്ഥം എന്താണോ ചോദിക്കുന്നത്? ചോദിക്കുന്ന കാര്യത്തിന് തൻ്റെ ജീവിതത്തിൽ അവൻ മാറ്റം വരുത്താത്ത പ്രാർത്ഥനകൾ എന്തിന്? ഒരാൾ പ്രാർത്ഥിക്കുന്നു, സ്വാലിഹായ സന്താനങ്ങളെ തരണേ. അവനോട് ചോദിച്ചു, കല്യാണം കഴിച്ചണോന്ന്? ഇല്ല. പിന്നെന്താ കാര്യം? എന്താണോ ചെയ്യേണ്ടത് ചെയ്യണ്ടേ? അല്ലാഹുവേ റിസ്ക് തരണേ. അപ്പൊ ഇങ്ങനെ വീട്ടിൽ കുത്തിരണ്ട് പറയണ്. ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറുണ്ടോ? ഇല്ല. അള്ളാഹു നിശ്ചയിച്ച സബബുകളെ സമീപിക്കണം. മഗ്ഫിറത്ത് കിട്ടണോ, ഇസ്തിഗ്ഫാർ കിട്ടണോ, പാപമോചനം കിട്ടണോ, അതിന് അള്ളാഹ് നിശ്ചയിച്ച സബബുകൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? വളരെ കുറ്റബോധത്തോടെ ചെയ്തു വന്ന ഏത് തിന്മയാണോ ആ തിന്മയിൽ നിന്ന് അകന്നുകൊണ്ട് തേടണം. അതാണ് അതിന്റെ സബബ്. അതുകൊണ്ടാണ് മഗ്ഫിറത്തിനെ ചോദിക്കുന്ന ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അവനിൽ തീർച്ചയായും അവൻ തിന്മയിൽ നിന്ന് എന്തിയിട്ടുണ്ടാവും? വിട്ടിരിക്കും. അതാ ഇസ്തിഗ്ഫാറിന്റെ ഗുണം. അതാണ് ഇസ്തിഗ്ഫാറിന്റെ ഗുണം. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രത്തോളം ഒരുപാട് നേട്ടങ്ങൾ ഇനിയും സഹോദരങ്ങളെ ഇസ്തിഗ്ഫാറിന്റെ സമറാത്തുകൾ, അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടെ ജീവിച്ചാൽ അത് കാരണമായി നിങ്ങൾക്ക് പാപം പൊറുക്കാനുള്ള നിമിത്തം ഉണ്ടാകും. അതാണ് ഇസ്തിഗ്ഫാറിന്റെ കൂടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് നല്ല ജീവിതം ജീവിക്കണം എന്ന് പറയുന്നത്. അതൊക്കെ അതിന്റെ നിമിത്തങ്ങളാണ്. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ. അല്ലാതെ തിന്മകളിൽ തന്നെ തുടർന്നുകൊണ്ട് പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നമുക്ക് റഹ്മത്ത് കിട്ടാനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ. അത് വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ എത്രയും വർദ്ധിപ്പിക്കുന്നോ അത്രയും നമുക്ക് നല്ലതാണ്.